ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. കുഴിച്ചിടാത്ത കിണറ്റിൽ നിന്നും വിതച്ചിടാത്ത നിലത്തിൽ നിന്നും പൃഷ്ഠഭോജമേകി നിത്യം പോറ്റിടുന്നവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. നിലച്ചിടാത്ത വഴിയിലൂടെ കരുതലോടെ കരം പിടിച്ചു കാവലായി എന്നുമെന്നും കൂടെയുള്ളവൻ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. പകലിൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണതായും മാറയെ മധുരമാക്കി ദാഹം തീർത്തവൻ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്ത് സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. കുരിശിൽ പിടയും നേരം പോലും കരുണയോടെ നമ്മെ ഓർത്തു സ്വർഗരാജ്യം നൽകുവാൻ ജീവനേകിയോ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്രയെത്ര വർണ്ണിച്ചാലും എത്ര
നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോർത്താൽ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാലും പകരമാവില്ലേ വൻ കൃപകളോർക്കുമ്പോൾ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ കർത്താവ് ബലഹീനനായ എനിക്ക് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ 19-ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു. അനേക കുടുംബങ്ങളിലേക്ക് വീഴാത്ത നറുക്ക് എൻ്റെ കുടുംബത്തിൽ വീണു. പ്രിയമുള്ളവരെ, എൻ്റെ അപ്പച്ചനാണ് ആദ്യം മാനസാന്തരത്തിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ അമ്മ ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. അതിനുശേഷം എനിക്കും വചനം കേൾക്കുവാനും യേശുവിനായിട്ട് ജീവിതം സമർപ്പിക്കുവാനും കർത്താവ് ഭാഗ്യം തന്നു. എന്തോ ഒരു സമാധാനമായിരുന്നു കർത്താവ് ഹൃദയത്തിൽ വന്നപ്പോൾ. എന്തോ ഒരു സന്തോഷമായിരുന്നു. എൻ്റെ വായിലെ ഭാഷ മാറിപ്പോയി, എൻ്റെ സംസാര രീതി മാറി, സ്നേഹിക്കുവാൻ തുടങ്ങി. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ പരസ്പരം ക്ഷമ ചോദിക്കാനുള്ള വിനയം കാണിക്കാൻ തുടങ്ങി. ഈ സുവിശേഷത്തിൻ്റെ ശക്തി എൻ്റെ കുടുംബാംഗങ്ങൾ ഓരോന്നും അനുഭവിച്ചു. എനിക്കും അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞാൻ അന്നോട്ടെ 19 വയസ്സല്ലേ ഉള്ളൂ, അന്നോട്ടെ പ്രാർത്ഥിക്കും അനുയോജ്യമായൊരു ജീവിത പങ്കാളിയെ തരണമേ എന്ന്. സത്യമായിട്ടും കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ 25-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് എനിക്ക് തന്നു. തക്ക തുണ എന്ന് പറയുന്നത് പോലെ ഞാൻ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന, ഒരേ ആശയമുള്ള, ഒരേ ചിന്താഗതിയുള്ള, ഒരേ അഭിപ്രായത്തിൽ ഞങ്ങൾ കഴിയുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗം എന്ന് പറയുന്നത് പോലെ ഒരു കൊച്ചു സ്വർഗമായിട്ട് മാറി. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചു, ഞങ്ങളുടെ ഭവനത്തിൽ സ്ഥാപിച്ചു. കുടുംബം ഒരു കൊച്ചു സ്വർഗമാകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെയും കുടുംബം ഒരു കൊച്ചു സ്വർഗമാക്കി തരണമേ, എൻ്റെയും കുടുംബത്തിലൊരു സമാധാനം തരണമേ, ഈ വചനങ്ങൾ കേട്ട് ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം തരണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് വേദപുസ്തകം ഉടനീളം പറയുന്നുണ്ട്. ഏതാണ്ട് 1800ഓളം പ്രവചനങ്ങൾ യേശുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, യഹൂദന്മാർ യേശുവിൻ്റെ 1ാമത്തെ വരവിനായിട്ട് കാത്തിരുന്നവരായിരുന്നു. അവരെ മശിഹ വരും, അവരെ വിടിവിപ്പാനായിട്ട്, അവർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുവാനായിട്ട്, റോമൻ ഗവൺമെൻറ് അടിമത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് മശിഹ വരുമെന്ന് കാത്തിരുന്നവരായിരുന്നു. പ്രവാചകന്മാരുടെ ശബ്ദം കേട്ടവരായിരുന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ, ആചരിക്കുവാൻ ആഗ്രഹിച്ച് ദേവാലയങ്ങളിൽ പോകുന്നവരായിരുന്നു, യാഗം അർപ്പിക്കുന്നവരായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവ് വന്നപ്പോൾ പലരും അത് വിശ്വസിച്ചില്ല. യേശു തന്നെയാണ് ക്രിസ്തു. പലരും വിശ്വസിച്ചില്ല. നസ്രായനായ യേശു ക്രിസ്തുവായിട്ട് പലരും അംഗീകരിച്ചില്ല. ഇവൻ മറിയയുടെ മകനല്ലേ, ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇവർ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത്. പലരും പരിഹസിക്കുകയാണ് ഉണ്ടായത്. യേശു ക്രിസ്തുവിന് ബുദ്ധിഭ്രമമുണ്ടോ എന്ന് സ്വന്തം സഹോദരന്മാർ പോലും പറയുകയുണ്ടായി. അവന് ഭ്രാന്തുണ്ട് എന്ന് യഹൂദന്മാർ പറഞ്ഞു. പ്രിയമുള്ളവരെ, അവന് ഭൂതബാധയാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പ്രിയമുള്ളവരെ, ആത്മാവിൽ അനേക രോഗികളെ സൗഖ്യമാക്കി അനേക പാപികൾക്ക് പാപമോചനം കൊടുത്ത യേശുവിനെ അവർ നിന്ദിച്ചു, പരിഹസിച്ചു, അവിശ്വസിച്ചു. യഹൂദന്മാർ വിശ്വസിച്ചില്ല. ഞാൻ ചിന്തിക്കുന്നത്, ഇന്നത്തെ ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയല്ലേ? യേശുവിൻ്റെ 1ാമത്തെ വരവിനെ കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ പ്രവചനം കേട്ടതായി യഹൂദന്മാർ വിശ്വസിക്കാതിരുന്നത് പോലെ ഇന്നത്തെ ക്രിസ്ത്യാനികളും യേശുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് അനേക സുവിശേഷകന്മാർ പ്രഘോഷിച്ചിട്ടും വിശ്വസിക്കാത്തത് എന്ത്? നനയ്ക്കാത്ത നാളിലും നനയ്ക്കാത്ത നാഴികയിലും വരാം എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമെന്ന് പറയുന്നു. കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എത്ര പേര് ഒരുങ്ങിയിരിക്കുന്നുണ്ട്? ബുദ്ധിയുള്ള 5 കന്യകമാരുടെ ഉപമ പറയുമ്പോൾ 5 പേർ അകത്തും 5 പേർ പുറത്തുമായ കാര്യം പറയുന്നുണ്ട്.
ഈ പുറത്തായവരും അകത്തായവരും തമ്മിൽ ഒരു വാതിൽപ്പടിയുടെ അകലം മാത്രമേ ഉള്ളൂ. ഒരുങ്ങിയിരുന്നവരാണ്, യജമാനെ മണവാളിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നവരാണ്. എന്നാൽ പാത്രത്തിൽ എണ്ണ എടുത്തില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരുക്കം പൂർത്തിയായില്ല, ശരിയായ രീതിയിൽ ഒരുങ്ങിയില്ല. അവർ ഉദാസീനതയോടിരുന്നു. പാത്രത്തിൽ എണ്ണയില്ല, വിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും മറ്റ് ബുദ്ധിയുള്ള 5 കന്യമാരോടൊപ്പം മയക്കം പിടിച്ച് ഉറക്കമാണ്. യാചിക്കാൻ തയ്യാറായില്ല, അന്വേഷിക്കാൻ തയ്യാറായില്ല, കണ്ടെത്തുവാനോ മുട്ടുവാനോ തയ്യാറായില്ല. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ വ്യാപാരം കുറവാണെന്ന് അറിഞ്ഞിട്ടും വിശുദ്ധി ഇല്ല എന്നറിഞ്ഞിട്ടും അനേകർ ഒരുക്കമില്ലാതെ ജീവിക്കുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, അപ്പോസ്തലന്മാർ പറഞ്ഞു, ലേഖനങ്ങളിൽ ഉടനീളം കാണാൻ കഴിയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. പ്രിയമുള്ളവരെ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളായിട്ട് കടന്നുപോയവരുണ്ടോ? അവരാണ് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ കൈക്കൊണ്ട് ജീവിച്ചതിന് ശേഷം മരിച്ചുപോയവരോ, വാർദ്ധക്യത്തിൽ മരിച്ചുപോയവരോ, രോഗം വന്ന് മരിച്ചുപോയവരോ, അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവരോ, എങ്ങനെ മരിച്ചാലും ക്രിസ്തുവിലാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ അവരാണ് മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ യേശുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നതായ വിശുദ്ധന്മാരും വിശ്വാസികളും നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, കണ്ണുമെക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. ദ്രവിക്കുന്ന ശരീരം മാറി ദ്രവിക്കാത്ത ശരീരം, തേജസ്സുള്ള ശരീരം കിട്ടുമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, കല്ലറകൾ തുറക്കുമെന്ന് പറയുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിലുള്ളത്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനും ലോകാവസാനത്തിനും അടയാളങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒന്നൊന്നായിട്ട് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്. നമ്മൾ ഈ കാലങ്ങളിൽ അതാണ് ചിന്തിച്ചു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ വായിക്കാം, 24-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. അന്ത്യകാല മുന്നറിയിപ്പുകൾ കർത്താവ് പറയുകയാണ്. അന്ന് അവർ നിങ്ങളെ, വിശ്വാസികളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. അപ്പൻ മക്കൾക്കെതിരാവും, മക്കൾ അപ്പനെതിരായിട്ട് മാറും, ബന്ധുക്കളെതിരായിട്ട് മാറും, ചാർച്ചക്കാരും അയൽക്കത്തുകാരും എതിരായിട്ട് മാറും, ഭാര്യ ഭർത്താവിനെതിരാവും, ഭർത്താവ് ഭാര്യയ്ക്കെതിരാവും. എന്തുകൊണ്ട്? യേശുവിൻ്റെ നാമത്തെ പ്രതി, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ ഭിന്നതയാകും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അങ്ങനെയല്ല ഇപ്പോൾ സംഭവിക്കുന്നില്ലേ? നമ്മൾ കാണുന്നില്ലേ? ഒരുമിച്ച് ഒരു കുടുംബം ഒരു കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂട്ടായ്മയിൽ നിന്നും ഭർത്താവ് മാറിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയാകുന്നു, വഴക്കാകുന്നു, ബലാത്കാരമാകുന്നു, ബഹളമാകുന്നു. എന്തിന്? യേശുവിനെ പ്രതി, യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ പലരും അങ്ങോളം ഇങ്ങോളം തള്ളിപ്പറയുമെന്ന് പറയുന്നു, ഇടറിപ്പോകുമെന്ന് പറയുന്നു. വായിക്കാം. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. പലരും ഇടറിപ്പോകും, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുകയാണ്. അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അനേകരും ഇടറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇടറിപ്പോകാതിരിക്കാൻ സൂക്ഷിപ്പനെന്നാണ് കർത്താവ് പറയുന്നത്. അന്ത്യകാലത്ത് പലരും ഇടറിപ്പോകും. അന്ത്യകാലത്ത് ഉപദ്രവം വരുമ്പോൾ, തമ്മിൽ പകയ്ക്കുമ്പോൾ, സകലരും എൻ്റെ നാമത്തെ പ്രതി പകയ്ക്കുമ്പോൾ, അനേകരെയും കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ അനേകരും ഇടറിപ്പോകും, യേശുവിനെ തള്ളിക്കളയുമെന്ന്. നാളുകളായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സഹോദരരെ, കൂട്ടായ്മയിൽ വരുന്ന സഹോദരരെ, സാക്ഷ്യം പറയുകയും വചനം പ്രസംഗിക്കുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്യുന്ന സഹോദരരെ, ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചാൽ, ഒരു എതിർപ്പിൻ്റെ കാറ്റ് വന്നാൽ, നിന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വന്നാൽ നീ പതറുമോ? ഇടറിപ്പോകുമോ? നിന്റെ ജോലി നഷ്ടപ്പെട്ടാൽ നീ ഇടറുമോ? യേശുവിനെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാൽ നീ ഇടറിപ്പോകുമോ? നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ ഘട്ടം വരുമ്പോൾ നിന്റെ സമർപ്പണത്തിൻ്റെ അവസ്ഥ എന്ത്?
പലരും ഇടറിപ്പോകും. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അന്യോന്യം പകയ്ക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അന്ത്യകാലത്തെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അല്പം കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇത് എല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് എന്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവയ്ക്കും, ഉപദ്രവിക്കും, അടിക്കും, ഇടിക്കും, മർദ്ദിക്കും. രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി രാജാക്കന്മാരുടെ മുമ്പാകെയും നാടുവാഴികളുടെ മുമ്പാകെ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യും. അധികാരികളുടെ മുമ്പാകെ നിർത്തുകയും ചെയ്യും. നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തെന്ന് വന്നേക്കാം. പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. പള്ളികളിലും കൊണ്ടുപോയി നിർത്തും, തടവുകളിലാക്കും, നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും. കർത്താവ് പറയാണ്, അങ്ങനെയുള്ള പീഡ വന്നാൽ പോലും പേടിക്കണ്ട, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരെ പിടിച്ചു, അടിച്ചു, മൃഗീയമായിട്ട് തല്ലിച്ചതച്ചു. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല എന്ന് പറഞ്ഞു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏതു ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ ഈ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമുള്ളവനായി, മുടന്തൻ സൗഖ്യമുള്ളവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. എന്തൊരു ധൈര്യം, എന്തൊരു ശക്തി! അവരുടെ മുമ്പിൽ ഒരു ലജ്ജയുമില്ലാതെ യേശുവിനെ സാക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. തീർന്നില്ല. 12-ാം വാക്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വളരെ വ്യക്തമായിട്ട് പീഡിപ്പിക്കാനായിട്ട് പിടിച്ചതാണെങ്കിലും, തടവിലാക്കാനായിട്ട് പിടിച്ചതാണെങ്കിലും, അപമാനിക്കാനായിട്ട് പിടിച്ചതാണെങ്കിലും, തടവിലാക്കി കൊല്ലുവാനായിട്ട് പിടിച്ചതാണെങ്കിലും, ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചതാണെങ്കിലും, അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരേ ഒരു നാമം, യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിലാണ് സൗഖ്യം. യേശുവിൻ്റെ നാമത്തിലാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് പാപമോചനം. യേശുവിൻ്റെ നാമത്തിലല്ലാതെ മാനസാന്തരമില്ല. യേശുവാണ് ദൈവത്തിൻ്റെ പുത്രൻ. യേശുവാണ് അർക്കപ്പെട്ട കുഞ്ഞാട്. യേശുവാണ് വീണ്ടും വരാനുള്ളവൻ. യേശുവിലൂടെയാണ് രക്ഷ. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർക്ക് പറയുവാൻ, സാക്ഷ്യം പറയുവാൻ തരമായി എന്നാണ് പറയുന്നത്. ഉപദ്രവം, അപമാനിക്കാനായിട്ട് വിളിച്ചു നിർത്തിയതാണ്. പക്ഷേ അവർ ധൈര്യത്തോടെ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഒരിക്കൽ ദേശാധിപതിയായ ഫെലിക്സും ദ്രുസില്ലയും പൗലോസിനെ വിളിപ്പിച്ചു. അവൻ്റെ പ്രസംഗം ഒന്ന് കേട്ട് കളയാം. വലിയ വാഗ്മിയാണ്, വലിയ പണ്ഡിതനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പൗലോസ് സംസാരിച്ചു. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിനോടുള്ള രക്ഷയെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചതിനെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. തീർന്നില്ല. വിശുദ്ധിയെക്കുറിച്ച്, ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കേട്ടപ്പോൾ ഫെലിക്സ് ഭയപരവശനായി. ന്യായാധിപതി ഞെട്ടിപ്പോയി, ദേശാധിപതി ഞെട്ടിപ്പോയി. ഇതെന്തൊരു വചനം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി. പ്രിയമുള്ളവരെ, അനേകരെ ചിന്തിപ്പിക്കുകയും അനേകരെ പ്രകമ്പനം കൊള്ളിപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ സാക്ഷികളുടെ ഒരു പാരമ്പര്യമുണ്ട് ക്രിസ്തീയ ജീവിതത്തിന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വം. ആ വചനം പറയുവാൻ, സാക്ഷ്യം പറയുവാൻ അവസരമാണ് എന്നാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 21 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 14 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ പ്രതിപാദിപ്പാൻ മുമ്പുകൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർപറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളിൽ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, സ്വന്തം അമ്മയപ്പന്മാരെതിരാകാൻ സാധ്യതയുണ്ട്. കർത്താവ് മുന്നറിയിപ്പ് വരികയാണ്.
യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാമോ, സാധു സുന്ദർ സിംഗ് ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ്. ഈ ക്രിസ്ത്യാനികളെയും മിഷണറിമാരെയും ഉപദ്രവിച്ച വ്യക്തിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ബൈബിൾ തട്ടിപ്പറിച്ച് കത്തിച്ച് കളഞ്ഞ വ്യക്തിയാണ്. ഈ സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ഒരു വെറുപ്പോടുകൂടി കണ്ട വ്യക്തിയാണ്. എന്നാൽ അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് അവൻ ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ്. അമ്മ ബ്രാഹ്മണ സ്ത്രീയാണ്. മകനൊരു സന്യാസിയാകണമെന്ന് ആഗ്രഹിച്ച സ്ത്രീയാണ്. എന്നാൽ അമ്മ മരിച്ചതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ വന്ന് അവസാനം ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചു. അവൻ ബൈബിൾ എടുത്ത് മറിച്ച് നോക്കി, ബൈബിൾ വായിച്ചു. അന്ന് രാത്രി അവൻ പറഞ്ഞു, ആരാണ് ദൈവം? സത്യമായിട്ടൊരു ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ നാളെ രാവിലെയുള്ള ട്രെയിനിൽ ഞാൻ തലവെച്ച് മരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്തും. അങ്ങനെ പറഞ്ഞ് ഏതാണ് സത്യദൈവം, ആ ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു, കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, ഇങ്ങനെ പറഞ്ഞ് അള്ളാഹു ആണെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയിൽ വലിയൊരു വെളിച്ചം. നീ എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? നിന്റെ രക്ഷകനായ ക്രിസ്തുവാകുന്നു ഞാൻ. സാധു സുന്ദർ സിംഗ് കത്തിച്ചു കളഞ്ഞ ബൈബിളിനെ ബഹുമാനത്തോടെ എടുത്തു. യേശുവിൻ്റെ സാക്ഷിയായി, അപ്പനെതിരായി, കുടുംബാംഗങ്ങളെതിരായി, ചാർച്ചക്കാരെതിരായി കർശനമായിട്ട് ശാസിച്ചു, ഉപദ്രവിച്ചു, സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പ്രിയമുള്ളവരെ, നല്ല തണുപ്പുള്ള രാത്രിയിൽ മരത്തിന് ചോട്ടിൽ പോയി കിടന്നു. പണക്കാരനായിരുന്നു, പക്ഷെ മരത്തിന് ചോട്ടിൽ പോയി കിടന്നു. എങ്കിലും യേശുവിനെ തള്ളി പറയില്ലാൻ തീരുമാനിച്ചു. ഒരിക്കൽ സ്വന്തം അപ്പനും കുടുംബാംഗങ്ങളും ചേർന്ന് ഭക്ഷണത്തിൽ വിഷം പുരട്ടിയിട്ട് മകനെ തീറ്റിച്ചു. ഇങ്ങനൊരു മകൻ വേണ്ടെന്ന് വെച്ചു. കഷ്ടിയാണ് രക്ഷപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഓടി യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് ഇന്ത്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ടിബറ്റിലും എല്ലാം ഓടി നടന്നു, നേപ്പാളിലും എല്ലാം ഓടി നടന്നു, സുവിശേഷം പറഞ്ഞു. പ്രിയമുള്ളവരെ, അനേകരും മാനസാന്തരപ്പെട്ടു. അതിൻ്റെ പേരിൽ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും കഠിനമായ ശിക്ഷയായിരുന്നു. പൊട്ടക്കിണറ്റിലേക്ക്, അസ്ഥികളും ചീഞ്ഞമാംസങ്ങളും ഉള്ളതായ പൊട്ടക്കിണറ്റിലേക്ക്, ദുർഗന്ധം വമിക്കുന്നതായ പൊട്ടക്കിണറ്റിലേക്ക് കൈകാലുകളെല്ലാം ഒടിയപ്പെട്ടവനായിട്ട് വീണ ചരിത്രമുണ്ട്. എന്നാൽ മൂന്നാം ദിവസം ആരോ വന്ന് രക്ഷിച്ചു. യേശുവായിരുന്നു. ആരോ വന്ന് രക്ഷിച്ചു. ആരാണ് നോക്കിയിട്ട് കണ്ടില്ല. ഒരു കയറ് താഴേക്ക് ഇട്ടു, അതിൽ മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. ആ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് ഒരു കൈ ഒടിഞ്ഞിരിക്കുകയാണ്, ഒരു കൈ കൊണ്ട് മുറുകെ പിടിച്ചു. മുകളിൽ വന്നപ്പോൾ ആരെയും കാണാനില്ല. പ്രിയമുള്ളവരെ, എത്ര അപകടങ്ങളിൽ നിന്ന് കിടക്കാൻ മാർഗമില്ല, കിടക്കാനായിട്ട് തലയായ്ക്കാൻ ഇടമില്ലാതെ ഗുഹകളിലാണ് പാർത്തത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു പുള്ളിപ്പുലി തൊട്ടടുത്ത് കിടക്കുകയാണ്. ഒരു നാളിൽ കമ്പിളി പുതപ്പ് കൊണ്ട് പുതച്ച് കിടക്കുകയാണ്, തണുപ്പ് സഹിക്കാൻ വയ്യാതെ. സ്വന്തം വീടുള്ളവനാണ്, പക്ഷേ യേശുവിന് വേണ്ടി ഇറങ്ങിയതാണ്. ആ കമ്പിളി പുതപ്പിൽ ഒരു മൂർഖൻ പാമ്പ് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ വകവെച്ചില്ല. സുവിശേഷത്തിന് വേണ്ടി ഓടി നടന്നു. അമ്മയപ്പന്മാരെതിരായിട്ടും മൈൻഡ് ചെയ്തില്ല. കാരണം എന്ത് നിധിയാണ് കിട്ടിയെന്ന് അവർക്കറിയാം. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ഈ നിധി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. ആത്മാക്കൾ നശിക്കുന്നു എന്നുള്ള ഭാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളോടും നിങ്ങളുടെ ഒന്നാം സ്ഥാനം കർത്താവായിട്ട് മാറും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിന്നേൽക്കാൻ നിങ്ങൾ തയ്യാറാകും. ഈ നിധി, മറിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തിയവരാണെങ്കിലും എന്തുകൊണ്ടാണ് സുവിശേഷകന്മാർ പ്രായം വകവയ്ക്കാതെ, ബുദ്ധിമുട്ടുകളൊന്നും ഓർക്കാതെ, കഷ്ടപ്പാടുകൾ സഹിച്ച്, രോഗം സഹിച്ച് ഓടി നടന്ന് സുവിശേഷം പറയുന്നത് നിങ്ങൾക്കറിയാമോ? യേശുവിനെ പ്രഘോഷിക്കുകയാണ്. അവർ യേശുവിന് വേണ്ടി മരിക്കാൻ തീരുമാനമെടുത്തവരാണ്. ദൈവത്തിന് മഹത്വം. അനേക ചെറുപ്പക്കാർ ഈ കൂട്ടായ്മയിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം, കയ്യിൽ വേദപുസ്തകമായിട്ട് യേശുവിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഓടുന്നവർ. ഒരു കാലത്ത് ഗുണ്ടകളായിരുന്നു, ഒരു കാലത്ത് അഴുക്കായിട്ട് നടന്നവരായിരുന്നു, പാപത്തിൻ്റെ അടിമയായിട്ട് പിശാചിൻ്റെ പിന്നാലെ പോയവരായിരുന്നു, മ്ലേച്ഛതകളുടെ പിന്നാലെ പോയവരായിരുന്നു, അശുദ്ധിയിൽ ആറാടി ജീവിച്ചവരായിരുന്നു. എന്നാൽ ഈ കർത്താവിൻ്റെ സ്നേഹം വന്ന് അവരെ കടന്നു പിടിച്ചപ്പോൾ അവരുടെ ജീവിതവും എല്ലാം വിട്ടിട്ട് യേശുവിന് പിന്നാലെ പോകാൻ തയ്യാറായ അനേക ചെറുപ്പക്കാരുണ്ട് ഈ കൂട്ടായ്മയിൽ. നിങ്ങൾക്കറിയാമോ, അനേക വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ അനേക സാക്ഷികളുണ്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനൊരു സാക്ഷ്യം? നിങ്ങൾക്കുണ്ടോ അങ്ങനൊരു സമർപ്പണം? എൻ്റെ യേശുവേ, മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്നുള്ള തീരുമാനമുണ്ടോ? ഇവിടെ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളെല്ലാം എതിരാകുമെന്ന് കർത്താവ് മുൻകൂട്ടി പറയുകയാണ്. 17-ാം വാക്യം, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല താനും. നിങ്ങൾ ക്ഷമ കൊണ്ട്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല എന്ന് പറഞ്ഞത് കഷ്ടത വരില്ല എന്നല്ലോ, ത്യാഗം സഹിക്കേണ്ടി വരില്ല എന്നല്ല, മരിക്കേണ്ടി വരില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ എവിടെ കൊണ്ടേ മരിച്ചു വീണാലും അവിടെ നിന്ന് ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് മഹത്വം. കൈയില്ലാതെ കണ്ണുകുത്തി തുളയ്ക്കപ്പെട്ടവരായിട്ടും കാലില്ലാതെയും പിച്ചു ചീന്തപ്പെട്ടവരായിട്ടും വെന്തെരിഞ്ഞ് ഭസ്മമായി പോയവരെയും കല്ലറകളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കല്ലറകളെല്ലാം പൊട്ടിത്തകർന്ന് ഉയർത്തെഴുന്നേൽക്കും. പ്രിയമുള്ളവരെയും, കല്ലറകളിലുള്ളവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴി വരുന്നു.
ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ലാസറിൻ്റെ കല്ലറയിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 ദിവസമായി ചീഞ്ഞു തുടങ്ങിയ ശരീരം എങ്ങനെയാണ് പുറത്തു വന്നത്? തേജസ്സുള്ള ശരീരമായിട്ട് എങ്ങനെയാണ് വന്നത്? അതുപോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം കേൾക്കുമ്പോൾ കല്ലറകളെല്ലാം തുറക്കും. അന്ന് രക്തസാക്ഷികളായവരും തലയില്ലാത്തവരും, യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർക്ക് യോഹന്നാൻ സ്നാപകൻ്റെ ഉടൽ മാത്രമേ കിട്ടിയുള്ളൂ, തല കിട്ടിയില്ല. തല രാജാവ് വെട്ടിമാറ്റി ഉടലെടുത്താണ് അവർ കുഴിച്ചിട്ടത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പുനരുദ്ധാനത്തിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, അവർക്ക് തേജസ്സുള്ള ശരീരം കിട്ടും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നശിച്ചു പോകുകയില്ല. വായിച്ചു. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. നിങ്ങൾ സഹിച്ചു നിന്നാൽ, നിങ്ങൾ ക്ഷമിച്ചു നിന്നാൽ, നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ നേടുന്നവരായിട്ട് മാറും. ദൈവത്തിന് മഹത്വം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്നും. എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. പലരും ഇടറിപ്പോകുമെന്നല്ലേ മുന്നറിയിപ്പ്? അന്ത്യനാളിൽ കർത്താവ് മുന്നറിയിപ്പായിട്ട് പറയുകയാണ്, അനേകരും ഇടറിപ്പോകും. ഉപദ്രവം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. വിശ്വാസ വീരന്മാരായിട്ട് ജീവിക്കേണ്ട സമയമാണ്. പതറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്ന്. ഒരിക്കൽ പ്രവാചക ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകൻ ഇടറിപ്പോയപ്പോഴാണ് കർത്താവ് അത് പറഞ്ഞത്. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു. സ്ത്രീകളിൽ നിന്ന് അതുവരെ ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ ഏറ്റവും ഉന്നതനായ വ്യക്തി, പ്രവാചകനായ വ്യക്തി, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തി, പക്ഷേ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, എതിർപ്പ് വന്നപ്പോൾ, പീഡ വന്നപ്പോൾ, മർദ്ദനം സഹിക്ക വയ്യാതെ വന്നപ്പോൾ, കുണ്ടറയിൽ കിടക്കേണ്ടി വന്നപ്പോൾ, വെളിച്ചം കയറാത്ത കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ യോഹന്നാൻ പതറുകയാണ്. അവൻ മശിഹായാണെങ്കിൽ എന്നെ വന്ന് രക്ഷിക്കേണ്ടതല്ലേ എന്നുള്ള ആശയക്കുഴപ്പവും അവിശ്വാസവും വന്നപ്പോൾ, വരുവാനുള്ളവൻ നീയോ എന്ന് ചോദിച്ച് ഇടറിപ്പോയ സമയത്താണ് കർത്താവ് പറയുന്നത്, എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാനേ എന്ന്. സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ മാരകമായ രോഗം വന്നാൽ നിങ്ങൾ ഇടറിപ്പോകുമോ? കുടുംബത്തിൽ അത്യാഹിതം സംഭവിച്ചാൽ നിങ്ങൾ പതറിപ്പോകുമോ? യോബിൻ്റെ മക്കൾ ഒറ്റ ദിവസം കൊണ്ടാണ് മരിച്ചു വീണത്. സമ്പത്തുകളെല്ലാം അപഹരിക്കപ്പെട്ടത്, എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ശരീരം മുഴുവനും വ്രണമായിട്ട് ദുർഗന്ധം വന്നപ്പോൾ ഭാര്യ പോലും പറഞ്ഞു, ഇനി എന്തിനു ദൈവത്തെ വിളിക്കണം? ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങൾക്ക് മരിച്ചുകൂടിയ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പോലും തള്ളിപ്പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പതറാതെ നിൽക്കും എന്നുള്ള ധൈര്യമുണ്ടോ? സമർപ്പണം എങ്ങനെയുണ്ട്? എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം കഷ്ടതകൾ വന്നാലും, എൻ്റെ കർത്താവേ ഞാൻ നിന്നെ വിട്ട് മാറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ശിഷ്യന്മാരിടറിപ്പോയില്ലേ? ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് എന്തേ? പ്രാഗിക്കൊണ്ട് ശപിച്ചുകൊണ്ടാണ് തൻ്റെ അരുമനായകനെ തള്ളിപ്പറഞ്ഞത്, വെറും ഒരു വേലക്കാരുടെ മുമ്പാകെ. ശിഷ്യന്മാരെല്ലാം ഇടറിപ്പോയി, എല്ലാവരും പതറിപ്പോയി. അവസാനം കുരിശിൻ ചുവട്ടിലൊരു യോഹന്നാൻ സ്ലീഹ ഉണ്ടായിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞാൽ പിന്മാറിപ്പോയ, വള്ളവും വലയും എടുത്തുകൊണ്ട് പോയ യോഹന്നാൻ സ്ലീഹയെ കാണാം. എൻ്റെ കർത്താവിന് ആരുണ്ടായിരുന്നു? അതുവരെ 3-3.5 വർഷക്കാലം വചനം കൊടുത്ത ശിഷ്യന്മാരെവിടെ? നല്ല ഇടയനായിട്ട് ജീവൻ കളയാൻ വന്ന യേശുവിനോടൊപ്പം നിൽക്കാൻ ആരുണ്ട്? പ്രിയമുള്ളവരെ, എന്നാൽ ഒരു സമയത്തിന് ശേഷം ഇവരെല്ലാം തിരിഞ്ഞു വന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നിൽക്കുമോ? മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കാം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ എന്ന് പറഞ്ഞാൽ, എന്നെ തള്ളിപ്പറഞ്ഞിട്ട് തൻ്റെ ജീവനെ രക്ഷിപ്പാൻ നോക്കിയാൽ അവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി കളഞ്ഞാൽ അവൻ നിത്യജീവൻ നേടുമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10 അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 16 മുതലുള്ള വാക്യങ്ങൾ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കർത്താവ് സുവിശേഷ വേലയ്ക്ക് അയച്ചപ്പോഴും ഇതേ മുന്നറിയിപ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട്. ചെന്നായ്ക്കളുടെ നടുവിലെ കുഞ്ഞാടുകളാണ് നിങ്ങൾ. നിങ്ങളെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് നിങ്ങളെ ഞാൻ സുവിശേഷമായിട്ട് വിടുന്നത്. ആരെങ്കിലും അടിച്ചാൽ നിങ്ങൾ തിരിച്ചടിക്കാൻ പാടില്ല. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞാടുകളെ പോലെ ചെന്നായ്ക്കളുടെ മധ്യത്തിലേക്ക് വിടുകയാണ് കർത്താവ്. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും
പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പീൻ. നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, സൂക്ഷ്മതയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കണം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയുണ്ടാകരുത്. നിങ്ങളുടെ ഏതെങ്കിലും തെറ്റുകൾ കൊണ്ട് ആയിരിക്കരുത് നിങ്ങൾ അടികൊള്ളുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കരുത് നിങ്ങൾ പിടിക്കപ്പെടുന്നത്. യേശുവിൻ്റെ തിരുനാമത്തിന് വേണ്ടിയിട്ടാണ് അപമാനം സഹിക്കേണ്ടത്. യേശുവിൻ്റെ നാമം നിമിത്തമായിരിക്കണം കഷ്ടതകളെല്ലാം. 17-ാം വാക്യം. മനുഷ്യരെ സൂക്ഷിച്ചോൾവീൻ. മൃഗങ്ങളെ സൂക്ഷിക്കണമെന്നല്ല അവിടെ പറഞ്ഞത്, കാട്ടുമൃഗങ്ങളെ സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, മനുഷ്യരെ സൂക്ഷിക്കണം, അവർ ഉപദ്രവിക്കും. അവർ നിങ്ങളെ ന്യായാധിപ സഭയിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്ക് ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, അവസാനത്തോളം മരണത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, ക്ഷമിച്ചു നിൽക്കുന്നവൻ, ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വായിക്കാം. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എതിർപ്പുകളും കഷ്ടതകളും വരും. അന്ത്യനാളുകളിൽ മുന്നറിയിപ്പായിട്ട് കർത്താവ് പറയുകയാണ്, സകലരും നിങ്ങളെ പകയ്ക്കും, പലരും നിങ്ങളെ ഉപദ്രവിക്കും, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങളവിടെ പതറാതെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്, സഹിച്ചു നിൽക്കുകയാണ് വേണ്ടത്, പ്രാർത്ഥിച്ചിരിക്കുകയാണ് വേണ്ടത്, ഉപവാസത്തോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ് വേണ്ടത്. വായിക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രിയമുള്ളവരെ, പതരാതിരിക്കണമെങ്കിൽ, വീഴ്ച പറ്റാതിരിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കണമെങ്കിൽ, അടിപതരാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. അവൻ സഹിച്ചു. അവൻ അലക്ഷ്യമാക്കിയത് എന്താണ്? അപമാനം അലക്ഷ്യമാക്കി. നിന്നയും അപമാനവും അലക്ഷ്യമാക്കി. ക്രൂശിനെ സഹിക്കുകയും അവൻ ഉഗ്രമായ പീഡ സഹിച്ചു. പ്രിയമുള്ളവരെ, ചാട്ടവാറ് കൊണ്ട് അടിച്ചു, നിന്ദിച്ചു, പരിഹസിച്ചു, ഉപദ്രവിച്ചു, കർണത്തടിച്ചു, കാർപ്പിച്ചു, തുപ്പി. അവൻ ക്രൂശ് സഹിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇതെല്ലാം സഹിക്കുവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവനോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോൾവീൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുപ്പാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. എന്താണ് അവൻ്റെ മുമ്പിലുള്ള സന്തോഷം? അവൻ മുഖാന്തരം അനേക പാപികൾ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടേണ്ടവരായിരുന്നു, പിശാചിന് അടിമകളായിട്ട് മാറേണ്ടവരായിരുന്നു, കുടുംബത്തിലെ സമാധാനമെല്ലാം തകരപ്പെടേണ്ടതായിരുന്നു, നിത്യനരകത്തിൽ പോയി കത്തേണ്ടവരായിരുന്നു. എന്നാൽ യേശു മുഖാന്തരം അനേകരെ, യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം, ക്രൂശിൽ വിശ്വസിച്ച രക്ഷ മുഖാന്തരം അനേകരെ നിത്യജീവൻ പ്രാപിക്കുന്ന സന്തോഷം അവൻ ഓർത്തു. അവൻ അപമാനമെല്ലാം സഹിച്ചു. അവൻ പാപം ചെയ്തിട്ടല്ല അവൻ അടികൊണ്ടത്, അവൻ നിന്നേറ്റത്, അവൻ തുപ്പലേറ്റത്, അവൻ അപമാനമേറ്റത് എന്തെങ്കിലും പാപം ചെയ്തിട്ടാണ് പ്രിയമുള്ളവരെ? ഒരിക്കലുമല്ല. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. നീ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം, തലയുടെ വണക്കിക്കൊണ്ട് പറയാം, കർത്താവേ, അതേ കർത്താവേ, സമ്മതിക്കുന്നു, നീ കുറ്റം ചെയ്തതല്ല, നീ അടികൊണ്ടത്. ഞാനാണ് കുറ്റം ചെയ്തത്, ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് അശുദ്ധിയുടെ പിന്നാലെ പോയത്, ഞാനാണ് ലോകസ്നേഹത്തിൻ്റെ പിന്നാലെ പോയത്, ഞാനാണ് പാപത്തിൻ്റെ അടിമയായിട്ട്, പിശാചിൻ്റെ അടിമയായിട്ട് ഈ ലോകത്തെ സ്നേഹിച്ച് നടന്നത്. എന്നാൽ ഇപ്പോൾ നിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ കുരിശിൻ ചോട്ടിലേക്ക് ഞാൻ വരികയാണ്. കർത്താവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കുരിശിൽ യാഗമായി തീർന്ന യേശുവേ, നിനക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചോളാം. നിന്റെ വലിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ പാപങ്ങൾ മോചിച്ചു തരണമേ, എൻ്റെ കുടുംബത്തിൽ സമാധാനം തരണമേ. ഇടറിപ്പോകുന്നതായ സകല വിഷയങ്ങളും മാറ്റി ഉറച്ചു നിൽക്കുവാൻ, സഹിച്ചു നിൽക്കുവാൻ, ക്ഷമിച്ചു നിൽക്കുവാൻ, ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധം നഷ്ടപ്പെടാതെ നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ നിർമാറാകണമേ. ആമേൻ.